الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഒരു മനുഷ്യൻ ശരിയായ വിശ്വാസിയായി തീർണമെങ്കിൽ അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവും ബോധവും ഉണ്ടാവണം. ആ നിലക്കുള്ള അറിവും ബോധവും ഉള്ള ഒരു മനുഷ്യന് മാത്രമേ ശരിയായ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഖുർആൻ വിശ്വാസ കാര്യങ്ങൾ നമുക്ക് എണ്ണി പഠിപ്പിച്ചു തരുന്നുണ്ട്. അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈമാൻ കാര്യങ്ങൾ 6 ഇസ്ലാം കാര്യങ്ങൾ 5 എന്നൊക്കെ നമ്മളിങ്ങനെ എണ്ണി പഠിച്ചിട്ടുണ്ട്. ആ ഈമാൻ കാര്യങ്ങളെ കുറിച്ചുള്ള ഗഹനമായ ചിന്തയും അറിവുമൊന്നും ആ മദ്രസ പ്രായത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല. അത് പിന്നീടുള്ള നമ്മുടെ അന്വേഷണത്തിലും പഠനത്തിലും ചിന്തയിലും മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്ന രൂപത്തിലുള്ള ഗഹനമായ അറിവ് അല്ലെങ്കിൽ ബോധം ആ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവില്ല. ഖുർആൻ ഈമാൻ കാര്യങ്ങളെ കൃത്യമായി എണ്ണി പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിസ്ഥാനപരമായ ഈമാൻ കാര്യങ്ങൾ 6 എന്നുള്ള നിലക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വൽ മുഅ്മിനൂൻ, വിശ്വാസികൾ, കുല്ലുൻ ആമന ബില്ലാഹ്, അവരെല്ലാവരും അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. വ മലായികത്തിഹി, അവന്റെ മലക്കുകളിൽ, വ കുതുബിഹി, അവന്റെ വേദഗ്രന്ഥങ്ങളിൽ, വ റുസുലിഹി, അവന്റെ ദൂതന്മാരിൽ. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങളുടെ മുഖം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുന്നതിലല്ല പുണ്യം. വലാകിന്നൽ ബിർറ, പകരം പുണ്യം മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതിലാണ്. വൽ മലായിക, മലക്കുകളിൽ, വൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ, വൻ നബിയ്യീൻ, പ്രവാചകന്മാരിൽ. ഇങ്ങനെ ഖുർആൻ വിശ്വാസ കാര്യങ്ങൾ എണ്ണി പഠിപ്പിച്ചു തരുമ്പോൾ അതിലൊന്നാമതായി അള്ളാഹുവിലുള്ള വിശ്വാസമാണ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ഈ വിശ്വാസ കാര്യങ്ങൾ ഖുതുബയുടെ പരിമിതമായ സമയത്തുള്ളിൽ ചെറിയ രൂപത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് എല്ലാ വിശ്വാസ കാര്യങ്ങളും.
അതിൽ അള്ളാഹുമായി ഉള്ള വിഷയങ്ങൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ കഴിവുകൾ, ഇതൊക്കെ നമ്മൾ മുമ്പ് പല ഖുത്ബകളിലും വിശദീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അതിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അള്ളാഹു അവനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്ന അവന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, അത് എത്രത്തോളം ഗഹനമായി നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുവോ അതിനനുസരിച്ചാണ് നമുക്ക് ഈമാനിൽ അടിയുറച്ച് നിൽക്കാൻ സാധിക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാം, ഇന്ന ലില്ലാഹി തിസ്അത്തൻ വ തിസ്ഈന ഇസ്മ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. ഈ 99 നാമങ്ങൾ ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ളതാണ്. അതല്ലാത്ത നാമങ്ങളും അല്ലാഹുവിനുണ്ട്. അതല്ലാത്ത നാമങ്ങൾ അല്ലാഹുവിന് ഇല്ല എന്നുള്ള നിലക്കല്ല. ഈ 99 നാമങ്ങൾ ഖുർആനിലൂടെ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും അത് വ്യക്തമാക്കി മനസ്സിലാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മറ്റൊരു ഹദീസിൽ മൻ ഹഫിളഹാ ദഖലൽ ജന്ന എന്നും കാണാം, ആരെങ്കിലും അത് പഠിച്ച് മനസ്സിലാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ആ 99 നാമങ്ങൾ അല്ലാഹു ഹയ്യ് ഖയ്യൂം സമീഉ ബസീർ ഖബീർ എന്നിങ്ങനെ കാണാതെ ഉരുവിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അത് നോക്കി വായിച്ചത് കൊണ്ടോ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതല്ല. എന്താണ് ആ നാമങ്ങൾ? ഓരോ നാമവും അള്ളാഹുവിന്റെ വിശേഷണവും കൂടിയാണ്. ആ വിശേഷണങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും കൃത്യമായി അവനവന്റെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞു എന്ന് പറയാൻ സാധിക്കുക. അപ്പൊ അള്ളാഹു അവനെ നമുക്ക് പല ആയത്തുകളിലായി വിശദീകരിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങള്, അതൊക്കെയാണ് ഈ അസ്മാഉല്ലാ, അള്ളാഹുവിന്റെ നാമങ്ങൾ എന്ന പേരിൽ ഖുർആനിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 99 നാമങ്ങൾ എണ്ണിയിട്ടുള്ളത്. ആ നാമങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ അറിവ് ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ അറിവുള്ളവനായിരിക്കും. അള്ളാഹു നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാണ്, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹ്, അവനാകുന്നു അള്ളാഹു. അങ്ങനെ പറയുന്നത് ചില ശൈത്താന്മാര് മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കും വസ്വാസ്. ഹുവല്ലാഹ് എന്ന് പറയുമ്പോ അവനാകുന്നു അള്ളാഹു, അത് അള്ളാഹിനെ കുറിച്ച് വേറെ ആരോ പറയുന്നതല്ലേ. അള്ളാഹ് പറയുമ്പോ അനല്ലാഹ് എന്നല്ലേ പറയേണ്ടത്. അത് ചില പിശാചുക്കൾ ഇട്ട് കൊടുക്കുന്ന വസ്വാസ. ഇതൊക്കെ കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളും ചിലപ്പോ ആ വസ്വാസുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോവുകയും ഖുർആനെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ ചിന്തിക്കണം, അത് എന്താണ് പടച്ച തമ്പുരാൻ അനല്ലാഹ് എന്ന് പറയാതെ ഹുവല്ലാഹ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അല്ലാഹു ഖുൽ ഹുവല്ലാഹ് എന്ന് പറഞ്ഞത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് അല്ലാഹ് പറയുന്നത്. ഖുൽ അനല്ലാഹു അഹദ്. അല്ലാഹ് നേർക്ക് നേരെ നമുക്ക് പഠിപ്പിച്ചു തരാൻ എന്താ പറയേണ്ടത്? അനല്ലാഹു അഹദ് എന്നാ പറയേണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് അത്? ഇപ്പൊ ഖുർആൻ അല്ലാഹു അല്ലാതെ മറ്റേതോ ഒരാൾ അല്ലാഹു എന്ന ഒരു ശക്തിയെ സങ്കല്പിച്ചുകൊണ്ട് പറഞ്ഞുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ചില ആളുകളൊക്കെ എന്താ ചോദിച്ചാൽ ഇത്തരം സംശയങ്ങളൊക്കെ കേട്ടാൽ അതൊക്കെ ശരി തന്നെ ആയിരിക്കും, അതൊക്കെ നമ്മൾ ആരോട് ചോദിച്ചാൽ നമ്മള് വിശ്വാസം ഇല്ലാത്തവനാണെന്ന് വിചാരിച്ചു പോകും, അതല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോഴേക്ക് ഇസ്ലാം അങ്ങ് പൊളിഞ്ഞു പോകും എന്നൊക്കെ തോന്നുകയാണ് ചില ആളുകൾക്ക്. ഒരു പേടിയും പേടിക്കണ്ട. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും മനസ്സിലാക്കാൻ. എന്തുകൊണ്ടാണ് അല്ലാഹു അനല്ലാഹു അഹദ് എന്ന് പറയാതിരുന്നത് എന്ന് ഖുർആൻ ഓതി നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാവും. അള്ളാഹു ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കാൻ പറഞ്ഞത്. ആ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ ഖുർആനിന്റെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നമ്മെ സംസ്കരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഖുർആൻ നിസ്കരിക്കുമ്പോൾ ഓതണം എന്ന് പറഞ്ഞത്. ആ ഓതുമ്പോ ആ ഖുർആൻ നമ്മുടെ മനസ്സിനോടാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൈകെട്ടി നിന്നിട്ട് അനല്ലാഹു അഹദ്, ഞാനാകുന്നു ഏകനായ അള്ളാഹു, അങ്ങനെ പറയുന്ന അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അള്ളാഹ്ക്ക് അറിയാം ഗ്രാമർ. അപ്പൊ അള്ളാഹ്ക്ക് നമ്മൾ ആരും ഗ്രാമർ പഠിപ്പിച്ചു കൊടുക്കണ്ട. അള്ളാഹുവിന് അറിയാം അവൻ പറയേണ്ടത് എന്താണ്. ഹുവല്ലാഹു അഹദ് എന്നാണ് അവൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയേണ്ടത് എന്ന് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഇവിടെ ഹുവല്ലാഹ് എന്ന് പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഖുർആൻ അതിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് ഇബാദത്തുകളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ ഹിക്മത്ത് എന്താന്ന് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ട് അള്ളാഹു അനല്ലാഹു അഹദ് എന്ന് പറഞ്ഞില്ല? ഇത് മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഈ വാക്കുകളൊക്കെ മനുഷ്യന്റെ നാവ് കൊണ്ട് പറയിപ്പിക്കാം. അപ്പൊ ശരിക്കും
ശരിക്കെന്താണ് മനുഷ്യൻ പറയേണ്ടത്? ഹുവല്ലാഹ്, അവനാകുന്നു അല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല, ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ, അവൻ പരമകാരുണികനും കരുണാനിധിയുമാകുന്നു. അപ്പൊ ഇത് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ പ്രഖ്യാപിക്കുക അള്ളാഹുവിനെ കുറിച്ച്. അള്ളാഹ് പഠിപ്പിച്ചവരാണ് നമ്മൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ പ്രഖ്യാപിക്കാൻ ചെയ്യുന്നത്. അപ്പൊ അല്ലാതെ ഞാൻ തന്നെയാണ് അള്ളാഹു എന്നാണ് നമ്മുടെ നാവ് കൊണ്ട് അനല്ല എന്ന് പറഞ്ഞാൽ വരിക. അത് അള്ളാഹു പല സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ അപൂർവമായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു ഇങ്ങനെയാണ് കൃത്യമായിട്ട് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുപോലെ തന്നെ അള്ളാഹ് പറയാം, അവനാകുന്നു അല്ലാഹു, എങ്ങനെയുള്ളവൻ? അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അൽ മലിക്കുൽ ഖുദ്ദൂസ്, പരമ പരിശുദ്ധനായ രാജാധിപൻ. അസ്സലാം, ശാന്തി നൽകുന്നവൻ. അൽ മുഅ്മിൻ, നിർഭയത്വം നൽകുന്നവൻ. അൽ മുഹൈമിൻ, എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നവൻ. അൽ അസീസ്, പ്രതാപവാൻ. അൽ ജബ്ബാർ, സ്വേച്ഛാധിപതി. അൽ മുതകബ്ബിർ, മഹത്വമേറിയവൻ. അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അമ്മാ യുശ്രികൂൻ, ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞുണ്ടാക്കുന്ന വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഇവിടെ അല്ലാഹു അവരെ കുറിച്ച് പറയുന്നത് സകല വസ്തുക്കളെയും അടക്കി ഭരിക്കുന്ന പരിശുദ്ധനായ രാജാവ്. ആ വാക്കുകളൊക്കെ ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചോ അതൊക്കെ പരിശുദ്ധമായതായിരിക്കും. എന്തൊക്കെ സൃഷ്ടിച്ചോ അതൊക്കെ പരിശുദ്ധമായതായിരിക്കും. വായു, വെള്ളം, വെളിച്ചം തുടങ്ങി എന്തൊക്കെ പ്രകൃതി മുഴുവൻ പരിശുദ്ധമായതായിരിക്കും. പിന്നെ മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ടാണ് പലപ്പോഴും അതുണ്ടാവുന്നത്, മലിനമാവുന്നത്. അപ്പൊ പരമ പരിശുദ്ധനാണ് അള്ളാഹു. പിന്നെ അസ്സലാം, മനുഷ്യർക്ക് ശാന്തി നൽകുന്നവൻ. മുഅ്മിൻ, നിർഭയത്വം നൽകുന്നവൻ. അള്ളാഹുവിലുള്ള ഈമാന്റെ നിർഭയമില്ലാത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ല. ഈമാൻ പൂർണ്ണമായാൽ എന്തെന്ത് പരീക്ഷണം ഉണ്ടായാലും നിർഭയത്വമില്ലാത്തൊരു മുഅ്മിൻ ഉണ്ടാവില്ല, മനുഷ്യൻ ഉണ്ടാവില്ല. അൽ മുഹൈമിൻ, എല്ലാ കാര്യങ്ങളെയും മേൽനോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. അസീസ്, പ്രതാപവാനാണ്. അൽ ജബ്ബാർ, ജബ്ബാർ എന്ന വാക്കിന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വേച്ഛാധിപതി എന്ന അർത്ഥം. സ്വേച്ഛാധിപതി എന്ന് നമ്മൾ പറയുക സാധാരണയായിട്ട് തന്നിഷ്ടപ്രകാരം ഭരണാധികാരം നടത്തുന്ന ഒരു അക്രമിയായ ഭരണാധികാരിയെ കുറിച്ചാണ് നമ്മൾ സ്വേച്ഛാധിപതി എന്ന് പറയാം. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് സ്വേച്ഛാധിപതി എന്ന് പറയുമ്പോൾ അള്ളാഹു അവന്റെ അറിവിന്റെയും കഴിവിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത്. അതൊക്കെ ആ സ്വേച്ഛാധിപതി ജബ്ബാർ എന്ന വാക്കിന് തഫ്സീറുകളിൽ കൊടുക്കുന്ന അതിന്റെ ആശയം അൽ മുത്തസർരിഫുൽ ഉമൂറ ബിമാ ഫീഹി സലാഹുൻ നാസ്, സലാഹുൽ ഖൽഖ് എന്ന സൃഷ്ടികളുടെ ഗുണത്തിന് വേണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ എന്ന്. സൃഷ്ടികളുടെ ഗുണത്തിന് വേണ്ടിയാണ് ജനിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്, രോഗമുണ്ടാക്കുന്നത്, എല്ലാം സൃഷ്ടികളുടെ നന്മക്ക് വേണ്ടിയാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്കത് പ്രയാസകരമായി തോന്നിയേക്കാം. അത് ഒരു കഥയിലൂടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്, അത് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹു അങ്ങനെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാണ്. അള്ളാഹു സൃഷ്ടികളുടെ ഗുണത്തിന് വേണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, ശാന്തി നൽകുന്നവനാണ്, സമാധാനം നൽകുന്നവനാണ്, മഹത്വമേറിയവനാണ്. എന്നിട്ട് അള്ളാഹു ആ റബ്ബ് മനുഷ്യരുമായിട്ടുള്ള ബന്ധം പറഞ്ഞു. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാം ആകുന്നു സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് അവനോട് മന്ത്രിക്കുന്നത് നാം അറിയുന്നു. ഈ മനസ്സ് നമ്മെ സൃഷ്ടിക്കുകയും നമ്മുടെ മനസ്സ് സംവിധാനിക്കുകയും ചെയ്തവൻ ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് സംവിധാനിച്ചവന് നമ്മുടെ മനസ്സ് എന്താണോ നമ്മോട് മന്ത്രിക്കുന്നത് അത് അറിയാൻ കഴിയുമെന്ന്. അത് അള്ളാഹ് ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞതാ. എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഖുർആനില് ഈ ഭൂമിയിലെ മണൽത്തരികളെ കുറിച്ച് അള്ളാഹുവിന് അറിയാം. വിശാലമായ സമുദ്രത്തിലെ അഗാധ തലത്തിലുള്ള ചെറു മത്സ്യത്തെ കുറിച്ച് അള്ളാഹുവിന് അറിയാം. അതുപോലെ തന്നെ വിശാലമായി കിടക്കുന്ന കൊടും കാടിലെ ഒരു ചെറിയ ഇല കൊഴിഞ്ഞു വീഴുന്നത് അള്ളാഹുവിന് അറിയാം. ഇതൊക്കെ പറയുമ്പോൾ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഇതൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയതാരാ? ഈ
മണൽത്തരികളൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയതാരാ? ഈ ഇലകളെ സൃഷ്ടിച്ചുണ്ടാക്കിയതാരാ? ഈ ചെറു മത്സ്യങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതാരാ? അലാ യഅലമു മൻ ഖലഖ, അതൊക്കെ സൃഷ്ടിച്ചവൻ അറിയില്ലേ? വഹുവൽ ലത്തീഫുൽ ഖബീർ, അവൻ നിഗൂഢമായ ജ്ഞാനമുള്ളവനാണ്. അപ്പൊ എല്ലാ മണൽത്തരികളെയും സൃഷ്ടിച്ചവൻ റബ്ബാണ്, എല്ലാ ഇലകളെയും സൃഷ്ടിച്ചവൻ റബ്ബാണ്, എല്ലാ മത്സ്യങ്ങളെയും സൃഷ്ടിച്ചവൻ റബ്ബാണ്, എല്ലാ ഉറുമ്പുകളെയും സൃഷ്ടിച്ചവൻ റബ്ബാണ്. അതുകൊണ്ട് എല്ലാ ഉറുമ്പിന്റെ ചലനങ്ങൾ വരെ അറിയുന്നവനാണ് റബ്ബ്. അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവൻ അറിയുന്നവനല്ലേ? വഹുവൽ ലത്തീഫുൽ ഖബീർ, അവൻ നിഗൂഢജ്ഞനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. അള്ളാഹ് പറഞ്ഞു തരാതൊക്കെ. എന്നിട്ട് മനുഷ്യന്റെ മനസ്സിലും അവനോട് മനസ്സ് സംവിധാനിച്ചത് ഞാനാണ്, ആ മനസ്സ് അവനോട് മന്ത്രിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയുമെന്ന് അള്ളാഹ് പറയാ. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, ഇത് മനുഷ്യരുമായിട്ടുള്ള ഖുർആൻ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണല്ലോ. അതുകൊണ്ട് മനുഷ്യരോട് അള്ളാഹു മനുഷ്യരുമായുള്ള ബന്ധത്തെ കുറിച്ച് പ്രത്യേകം പറയാം. നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു മിൻ കുല്ലിൻ, എല്ലാ കാര്യങ്ങളും, മാ സഅൽതുമൂഹു, നിങ്ങൾ ചോദിച്ചിട്ടല്ല തന്നെന്ന്. നിങ്ങൾക്ക് സൃഷ്ടിപ്പ് നൽകി, ജന്മം നൽകി, നിങ്ങൾക്ക് ചിന്തിക്കാൻ ആവശ്യമായ, നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ തലച്ചോറ് നൽകി, നിങ്ങൾക്ക് കാണാൻ ആവശ്യമായ കണ്ണ് നൽകി, നിങ്ങൾക്ക് കേൾക്കാൻ ആവശ്യമായ ചെവി നൽകി, സംസാരിക്കാൻ ആവശ്യമായ സംസാരശേഷിയും, സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നാവിട്ട് പഠിപ്പിച്ച് സംസാരിക്കാനുള്ള കഴിവ് നൽകി, നിങ്ങൾക്ക് നടക്കാനുള്ള കാര്യം നൽകി, പ്രവർത്തിക്കാനുള്ള കൈകൾ നൽകി. മിൻകുല്ലി മാ സഅൽതും, ഇതൊന്നും നിങ്ങൾ മാതാവിന്റെ ഗർഭാശയത്തിൽ നിങ്ങൾ ചോദിച്ചിട്ട് തന്നതല്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നൽകി. മാ സഅൽതുമൂഹു, നിങ്ങൾ ആരും ചോദിച്ചിട്ട് തന്നതല്ല അത്. എന്നിട്ട് അല്ലാഹ് പറയാ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. അത് നമുക്ക് പലപ്പോഴും മനസ്സിലാവും. നമ്മളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് രോഗം വന്ന ഒരാളുണ്ട്, നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. നമ്മളൊക്കെ പലപ്പോഴും രോഗം, ശരീരത്തിൽ പല അവയവങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ആ അവയവത്തിന് രോഗം വരുമ്പോഴാണ് അല്ലേ? വളരെ ചെറിയ ഒരു അണ്ടിപ്പരപ്പ് പോലുള്ള ഒരു വൃക്ക തകരാറിലായാൽ വലിയ പത്തായപ്പെട്ടി പോലത്തെ മെഷീൻ മേലെ 4-5 മണിക്കൂർ കിടത്തിയിട്ട് വേണം ആ ബ്ലഡ് ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാൻ. അപ്പം തിരിയും അള്ളാഹ് നൽകിയ അനുഗ്രഹം. അതാ അള്ളാഹ് പറഞ്ഞ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. എന്നിട്ട് അള്ളാഹ് പറയുന്ന ഒരു വാക്കെന്താ അറിയോ? ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത്, ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലളൂമുൻ കഫാർ, നന്ദി കെട്ട അതിക്രമി അത്രേ മനുഷ്യൻ. ഈ അനുഗ്രഹങ്ങളൊന്നും അവൻ ചോദിക്കാതെ അവന് നൽകിയിട്ട് അതൊന്നും തിരിച്ചറിയാനും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനും അവന് കഴിയുന്നില്ല. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, നന്ദി കെട്ട അതിക്രമി അത്രേ മനുഷ്യൻ. എന്നാൽ അതേ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹ് പറയുന്നത്, ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹ് നൽകി. തലച്ചോറുണ്ടാക്കുന്നതിൽ നമ്മളെ മാതാപിതാക്കൾ ആരും തന്നതല്ല. ലോകത്തൊരു ശാസ്ത്രകാരനും തരാൻ സാധ്യമല്ല, ഒരു ഡോക്ടർക്ക് ഉണ്ടാക്കി തരാൻ കഴിയില്ല. ഇതിൽ അൽഷിമേഴ്സ് രോഗം ബാധിച്ചാൽ, മറവി രോഗം ബാധിച്ചാൽ പകരം സംവിധാനം തലച്ചോറ് ക്ലിയർ ആക്കിയാണ് ഫിറ്റ് ചെയ്യാൻ ലോകത്തൊരു ശാസ്ത്രകാരനും കഴിയില്ല. ഒന്നും ഒരു കോശം പോലും, കണ്ണുകൊണ്ട് കാണാത്തൊരു കോശം പോലും നശിച്ചാൽ അത് ഉണ്ടാക്കി തരാൻ അള്ളാഹ് കഴിയില്ല. അത്രക്ക് അനുഗ്രഹം മനുഷ്യർക്ക് നൽകിയിട്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നന്ദി കെട്ട അതിക്രമിയായി ജീവിക്കുമ്പോൾ പോലും അള്ളാഹു അവനോട് അക്രമം കാണിക്കുന്നില്ല. പകരം ഈ അനുഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കുന്നത് എനിക്ക് യാതൊരു പങ്കുമില്ല. തലച്ചോറ്, കണ്ണ്, കാത്, പ്രവർത്തനശേഷി, ഇതൊന്നും ഒരു കോശം പോലും ഉണ്ടാക്കുന്നതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ലോകത്തൊരു ശക്തിക്കും ഒരു പങ്കുമില്ല അള്ളാഹുവിനല്ലാതെ. ഇത് അറിഞ്ഞുകൊണ്ടും ആ അള്ളാഹുവിനെ നിഷേധിക്കുന്ന മനുഷ്യനോട് പോലും അള്ളാഹു ക്രൂരത കാണിക്കുന്നില്ല. തീർച്ചയായും അള്ളാഹു അവൻ ജനങ്ങളോട് അങ്ങേയറ്റത്തെ അനുകമ്പയും കാരുണ്യവും ഉള്ളവനാകുന്നു.
അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് റഹ്മാൻ, റഹീം, ഗഫൂർ, പരമകാരുണികൻ, കരുണാനിധി, അങ്ങേയറ്റം പൊറുക്കുന്നവൻ, വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം സ്നേഹമുള്ളവനുമാണ്. സൃഷ്ടികളിൽ മറ്റാരേക്കാളും നമ്മെ സ്നേഹിക്കുന്നവൻ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോടുള്ള സ്നേഹം, കാരണം ഈ സംവിധാനങ്ങളൊന്നും നമുക്കുണ്ടാക്കി തന്നത് നമ്മുടെ മാതാപിതാക്കളല്ല. മാതാപിതാക്കൾ അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെ സംരക്ഷിക്കാൻ, അവരുടെ കൈവിൽപ്പെട്ട സംരക്ഷണം നൽകാൻ മാത്രമേ മാതാപിതാക്കൾക്ക് കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ സൃഷ്ടികളിൽ മറ്റാരേക്കാളും നമ്മെ സ്നേഹിക്കുന്നവൻ വഹുവൽ ഗഫൂറുൽ വദൂദ്, അങ്ങേയറ്റം പൊറുക്കുന്നവരും അങ്ങേയറ്റം സ്നേഹമുള്ളവരും അള്ളാഹു. ഇതെന്താണ് അംഗീകരിക്കാൻ നമുക്ക് കഴിയാത്തതെന്ന് ചോദിച്ചാൽ, ഭൗതിക ലോകത്ത് പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നമുക്ക് വരുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ആ പലപ്പോഴും മനുഷ്യർ അത് അംഗീകരിക്കാൻ കഴിയും. സൂറത്തുൽ കഹ്ഫ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എല്ലാവരും അർത്ഥസഹിതം വായിക്കണം. അതിൽ 4 കഥകളുണ്ട്. ആ 4 കഥകളും നമുക്ക് ഈമാനിൽ അടിയുറച്ച് നിൽക്കാൻ പ്രേരണ നൽകുന്ന കഥകളാണ്. അതിലൊരു കഥയാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെയും ഖിളിർ നബി അലൈഹി സ്വലാമിന്റെയും കഥ. മൂസാ നബി അലൈഹി സ്വലാം ഒരു ദിവസം ബനു ഇസ്രായേലിൽ ഒരു ഗംഭീര പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം കേട്ട് ആളുകളൊക്കെ അങ്ങനെ കണ്ണീരൊലിപ്പിച്ച് ഇങ്ങനെ നിന്നു. പ്രഭാഷണം കഴിഞ്ഞപ്പോ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ സ്വകാര്യമായിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, മൂസ, മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളാരാണ്? സ്വാഭാവികമായിട്ടും മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹു ആലം എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം വിചാരിച്ചു, ഞാൻ അള്ളാന്റെ വഹി കിട്ടുന്ന ആളല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ ആയിരിക്കും സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആള്, അതുകൊണ്ട് ഞാൻ തന്നെയാണെന്ന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു പോയി. ആ അബദ്ധം മൂസാ നബി അലൈഹി സ്വലാമിന് തിരുത്തി കൊടുക്കണം എന്ന് അള്ളാഹ് തീരുമാനിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നാലിന്ന മജ്മഉൽ ബഹറൈൻ, ആ 2 സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന ആ സ്ഥലത്തേക്ക് നീ ഒന്ന് പോകണം, അവിടെ നിനക്കൊരാളെ കാണാം, അവനിൽ നിന്ന് പലതും നിനക്ക് പഠിച്ചെടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞു. അപ്പൊ അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത്, ഞാൻ വളരെ ചുരുക്കി പറയാം, അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് അദ്ദേഹത്തെ കണ്ടുമുട്ടി. താങ്കൾക്ക് അറിയാവുന്ന അറിവ് എനിക്കും നേടിയെടുക്കാൻ വേണ്ടി ഞാൻ താങ്കളെ ഒന്ന് പിന്തുടരട്ടെ എന്ന് ചോദിച്ചു അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞു, ഖിളിർ നബിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നക്കലം തസ്തതിയ മഅയ സുബ്ര, താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമയോടുകൂടി പിന്തുടരാൻ കഴിയില്ല. ഇപ്പൊ കൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്ര, താങ്കൾക്ക് സൂക്ഷ്മജ്ഞാനം നൽകപ്പെട്ടിട്ടില്ലാത്ത കാര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് ക്ഷമിക്കുക എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ താങ്കളോട് ഒരു കാര്യവും ചോദ്യം ചെയ്യില്ല എന്ന ഒരു കണ്ടീഷനോട് കൂടി അദ്ദേഹം യാത്ര തുടർന്നു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമും ഖിളിർ നബി അലൈഹി സ്വലാമും യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോ അവർ രണ്ടുപേരും ഒരു കപ്പലിൽ കയറി. കപ്പലിന് ദ്വാരം ഉണ്ടാക്കിയപ്പോ ഒരു അക്രമവും കണ്ടു നിൽക്കാനും സഹിക്കാനും അതിനെ പ്രതികരിക്കാതിരിക്കാനും മൂസാ നബി അലൈഹി സ്വലാമിന് കഴിയില്ല. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഈ കപ്പലിന് യാതൊരു തകരാറില്ലാത്ത ഈ കപ്പല് താങ്കൾ അത് കേടുവരുത്തുകയാണോ? ആ കപ്പലിലെ ആളുകൾ മുങ്ങി മരിക്കാൻ വേണ്ടി വല്ലാത്തൊരു ഗുരുതരമായ കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പം ഖിളിർ നബി അലൈഹി സ്വലാം ചോദിച്ചു, അലം അഖുൽ ഇന്നകലം തസ്തതിയ മഅയ സുബ്ര, എന്റെ കൂടെ ക്ഷമയോടുകൂടി പിന്തുടരാൻ താങ്കൾക്ക് സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഖാല ലാ തുആഖിനി ബിമാ നസീ, ഞാൻ മറന്നുപോയതാണ്, എന്നെ പിടിച്ച് ശിക്ഷിക്കരുത് പറഞ്ഞു. അങ്ങനെ വീണ്ടും അവർ പോയി. അങ്ങനെ കുറെ യാത്ര ചെയ്തു. ഒരു മൈതാനത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ച് ഖിളിർ നബി കൊന്നു കളഞ്ഞു. അവർ മനുഷ്യനെ കൊന്നു കളയുന്നത് കണ്ടു നിൽക്കാനും സഹിക്കാനും സാധിക്കും മൂസാ നബി അലൈഹി സ്വലാമിന്. മൂസാ നബി വല്ലാത്തൊരു വെറുക്കപ്പെട്ട കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തത്. ഒരു മനുഷ്യനെ ഒരു കുട്ടിയെ കൊല്ലുകയാണോ? അപ്പം എന്റെ കൂടെ ക്ഷമയോടുകൂടി പിന്തുടരാൻ താങ്കൾക്ക് സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു. ഇനി ഞാൻ ചോദിക്കുകയാണെങ്കിൽ ചോദ്യം ചെയ്യാൻ എന്നെ കൂടെ കൂട്ടണ്ട, ഒഴിവാക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങനെ ധാരാളം പിന്നെയും യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശരായി ഒരു വീടിനടുത്തെത്തി. ആ വീട്ടുകാരോട് ഭക്ഷണവും വെള്ളവും ചോദിച്ചു. പക്ഷെ അവര് കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ തിരിച്ചു പോരുമ്പോ അവരുടെ വീടിനോട് ചേർന്നുള്ള ഒരു മതില് ഖിളിർ നബി അലൈഹി സ്വലാം നേരെ ആക്കി കെട്ടിക്കൊടുത്തു.
അപ്പൊ കെട്ടിക്കൊടുത്തപ്പോ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, നമ്മൾ ദാഹിച്ച വെള്ളവും ഭക്ഷണവും ചോദിച്ചിട്ട് തരാത്ത ആ മനുഷ്യന്മാരുടെ ആ മതിൽ എന്തിനാ നിങ്ങൾ നേരെയാക്കി കെട്ടിക്കൊടുത്ത്? അപ്പം ഖിദ്ർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക. ഇത് ഇനി നമ്മൾക്ക് തുറന്നു പോകാൻ കഴിയില്ല. ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക, ഇത് നമ്മളുടെ വേർപാടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് സൗനബ്യുക ബി തഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റ, താങ്കൾക്ക് ക്ഷമിക്കാൻ സാധിക്കാത്ത ആ കാര്യങ്ങളിലൊക്കെ ഹിക്മത്ത് എന്താണെന്ന് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, ഞാൻ ആ കപ്പലിന് ന്യൂനത ഉണ്ടാക്കിയത് വാക്ക്, അതിനൊരു ന്യൂനത ഉണ്ടാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അത് മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ്. പൊതുവെ ന്യൂനത ഇല്ലാത്ത സാധനങ്ങൾ, ചില ഹിസ്റ്റീരിയുള്ള ആൾക്കാർ അതൊക്കെ കിട്ടണമെന്ന് തോന്നും. ചില ആൾക്കാർക്ക് നല്ല കാറ് കണ്ടാലും, നല്ല കുട കണ്ടാലും, നല്ല ചെരുപ്പ് കണ്ടാലും, നിങ്ങൾ കണ്ടില്ലേ പെരുന്നാളൊക്കെ നിസ്കരിച്ച് പോകുമ്പോൾ മറ്റുള്ളവരുടെ ചെരുപ്പ് എടുത്തു പോകും ചില ആൾക്കാർ. അതൊരു തരം ഹിസ്റ്റീരിയ. അപ്പൊ ഫറത്തു തന്നെ അതിനൊരു ന്യൂനത ഉണ്ടാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ന്യൂനത ഉണ്ടാക്കി അത് സൈഡാക്കിയാൽ അത് ന്യൂനത ഇല്ലാത്ത നല്ല സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കുന്ന അക്രമിയായ ഒരു രാജാവ് ഇതിന്റെ താഴുണ്ട്. അതിൽ നിന്ന് ഇവരെയും ഈ തൊഴിലാളികളെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ കുട്ടിയെ കൊന്നു കളഞ്ഞത്, കുട്ടികൾ മരിച്ചാൽ സ്വർഗത്തിലാണ്. ആ കുട്ടി വളർന്നു വലുതായി കഴിഞ്ഞാൽ അവൻ കുഫറിൽ അകപ്പെടുകയും അവന്റെ മാതാപിതാക്കളെ കുഫറിനെ നിർബന്ധിക്കുകയും അങ്ങനെ അവൻ നരകാവകാശികളായി തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ കുട്ടിയെ ഞാൻ കൊന്നു കളഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ മതില് ഞാൻ നേരെയാക്കി കെട്ടിക്കൊടുത്തിട്ടുള്ളത്, അതിന്റെ ചുവടെ ആ മദീനയിലെ യതീമുകളായ 2 കുട്ടികൾക്കുള്ള നിധിയുണ്ട്. അത് ഈ പൊളിഞ്ഞു വീട്ടി വീട്ടുകാരെടുക്കാൻ പാടില്ല. ആ കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ അവർക്ക് തന്നെ കിട്ടണം. അതിനു വേണ്ടിയാണ് ഞാൻ മതിൽ നേരെയാക്കി കെട്ടിക്കൊടുത്തതെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ അത് ഖിദ്ർ നബി അലൈഹി സ്വലാം പ്രത്യേകം പറയുന്നുണ്ട്, ഇതൊന്നും എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തതല്ലോ. ഖിദ്ർ നബി പ്രത്യേകം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഏതെങ്കിലും സിദ്ധന്മാരോ ഔലിയന്മാരോ എന്തെങ്കിലും വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുട്ടികളെ ബലി കൊടുക്കണമെന്നൊക്കെ പറയും. അതിന് ന്യായീകരിക്കാൻ വേണ്ടി അല്ല ഈ തെളിവ്. അത് കൃത്യം, അത് അള്ളാഹു ആ അധ്യായം അവിടെ അടച്ചിട്ടുണ്ട്. ഇതൊന്നും എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തതല്ല, എനിക്ക് വഹി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാ. വഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി അവസാനിച്ചു. അതുകൊണ്ട് ഏതെങ്കിലും കള്ള സിദ്ധന്മാരോ വ്യാജന്മാരോ കുട്ടികളെ ബലി കൊടുക്കണം, നരബലി കൊടുക്കണം എന്നൊക്കെ പറയും. അതൊന്നും ഖുർആന്റെ അടിസ്ഥാനത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പൊ അത് വേറെ വിഷയമായിട്ട് പറഞ്ഞതാ. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഈ 3 സംഭവങ്ങൾ. ഒന്ന്, അള്ളാഹു നമ്മുടെ സ്വത്തുക്കൾക്ക് ചിലപ്പോൾ നാശങ്ങൾ വരുത്തും, ചില ന്യൂനതകൾ ഉണ്ടാക്കും, ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അതൊക്കെ അള്ളാഹു നമുക്ക് നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നതാണ് എന്നാണ് കപ്പലിന് ദ്വാരം ഉണ്ടാക്കിയത് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട പലരെയും അള്ളാഹു പെട്ടെന്ന് തിരിച്ചെടുക്കും. അതിൽ അവർക്ക് ഗുണം ഉണ്ടാവും, നിങ്ങൾ ഒരുകൊണ്ടും ദുഃഖിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ കുട്ടിയെ സ്വർഗാവകാശിയാക്കി മരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ആ ദുഷ്ടന്റെ മതില് നേരെയാക്കി കൊട്ടിക്കൊടുത്തിട്ടുള്ളത്, ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ ധാരാളമായി കൊടുത്തെന്ന് വന്നേക്കും. അത് കണ്ട് നിങ്ങൾ കണ്ണ് മഞ്ഞളിക്കരുത്, നിങ്ങൾക്ക് പ്രയാസം തോന്നരുത്. അപ്പൊ അള്ളാഹു ദുനിയാവിൽ അവൻ ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തെന്ന് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലതും അള്ളാഹു തിരിച്ചെടുത്ത് വരും, നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു തിരിച്ചു വിളിച്ചെന്ന് വരും. നിങ്ങളുടെ സമ്പത്തിലും മറ്റു പല നഷ്ടങ്ങളും അള്ളാഹു ഉണ്ടാക്കിയെന്ന് വരും. അതിനൊക്കെയും അള്ളാഹുവിന് അതിന്റെ പിന്നിൽ അതിമഹത്തായ യുക്തിയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഈ കഥ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ദുരിതമോ രോഗമോ പ്രയാസങ്ങളോ ഒന്നും അള്ളാഹുവിന് നമ്മൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ നമ്മെ വെറുത്തത് കൊണ്ടോ അല്ല. അത് നമുക്ക് പാരത്രികമായ ഗുണം, അതിമഹത്തായ ഗുണം നമുക്ക് അള്ളാഹു അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് ഈ കഥ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കുക, അള്ളാഹുവിനെ ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊള്ളുക. ഭൗതിക ലോകത്തുള്ള എല്ലാ പരീക്ഷണങ്ങളുടെയും ഹിക്മത്ത് നമുക്ക് മനസ്സിലായില്ല എങ്കിലും അള്ളാഹുവിനോടുള്ള വെറുപ്പ് മനസ്സിൽ വരാതിരിക്കുക, നല്ല ചിന്ത ഉണ്ടാവുക. അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കി അംഗീകരിക്കുന്ന വിശ്വാസികളിൽ വിജയികളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്.
ആദരണീയരായ വിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാത്തും മൻ കുന്ന ഫീഹി വജദ ഫീഹിന്ന ഹലാവത്തുൽ ഈമാൻ, 3 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഒന്ന്, യഖൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, മറ്റുള്ള എല്ലാറ്റിനേക്കാളും അള്ളാഹും റസൂലും അവൻ ഇഷ്ടപ്പെട്ടതാകുക. നമുക്ക് ഭൗതികമായ നമ്മുടെ ജീവിതത്തെക്കാൾ, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ സുഖസൗകര്യങ്ങളെക്കാൾ അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, ആ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ അള്ളാഹു എന്ത് പരീക്ഷണം ഏർപ്പെടുത്തിയാലും അള്ളാഹുവിന്റെ വെറുപ്പോ അള്ളാഹുവിന്റെ കോപമോ ഇല്ലാത്ത നിലക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു. ഇപ്പൊ ഖുർആൻ നമ്മളോട് മരണസമയത്ത് മലക്കുകൾ വന്ന് പറയുമെന്ന് പറയുന്നുണ്ടല്ലോ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ വിശ്വാസം കൊണ്ട് ശാന്തി അടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്ക്, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങുക. റാദിയത്തൻ മർദിയ, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട്. അപ്പൊ ദുനിയാവിൽ അള്ളാഹു എന്തൊക്കെ പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയാലും അതൊക്കെ എന്റെ ഗുണത്തിന് വേണ്ടിയാണ്, ഞാൻ ഒരിക്കലും അള്ളാഹുവിനെ വെറുക്കുകയില്ല, അതൊക്കെ എനിക്ക് അതുകൊണ്ടൊക്കെ എനിക്ക് അള്ളാഹു ഹൈറാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിനെ അവൻ തൃപ്തിപ്പെട്ടവനായിരിക്കും, അള്ളാഹു അവനെയും തൃപ്തിപ്പെട്ടതായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ആണ് മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ വിശ്വാസം കൊണ്ട് ശാന്തി അടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്ക്, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിക്കൊള്ളുക. റാദിയത്തൻ മർദിയ, അള്ളാഹുവിനെ അങ്ങോട്ട് തൃപ്തിപ്പെട്ടുകൊണ്ടും അള്ളാഹുവിന്റെ തൃപ്തി ഇങ്ങോട്ട് നേടിക്കൊണ്ടും. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ പ്രവേശിക്കുക. ഫദ്ഖുലി ജന്നത്തി, എന്റെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുക. അപ്പൊ നമുക്ക് ദുനിയാവിലുള്ള ജീവിതത്തെക്കാളും ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാളും ഒക്കെ അള്ളാഹു അവനിലേക്ക് തിരിച്ചു പോകുക, അത് അള്ളാഹുവിന്റെ തൃപ്തി, അത് ഇഷ്ടമായി കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുകയും ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മെ അവനിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ആ നിലക്കുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈമാൻ തെറ്റിപ്പോകുന്ന, അള്ളാഹുവിനെ വെറുക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ നിലക്ക് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സർവശക്തനായ റബ്ബെ, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളെയും നീ നീക്കിത്തരുന്ന റഹ്മാനെ, നീ ഏർപ്പെടുത്തിയ എല്ലാ പരീക്ഷണങ്ങളെയും ഈമാനിന്റെ കരുത്തോടുകൂടി നേരിടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. നാഥ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങൾക്ക് ഏവർക്കും ഈ 2 ലോകത്തും ജീവിത വിജയം നൽകുന്ന റഹ്മാനെ. നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈ ഈമാനോടുകൂടി മരിപ്പിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ, അവരുടെ ബർസഖ് ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുന്ന റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റബ്ബെ. നാഥ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകളെയും പ്രയാസങ്ങളും ദുരിതങ്ങളും നീക്കി കൊടുക്കുന്ന റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.